നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറി. രമ്യ ഹരിദാസിനെ ചിറയൻകീഴ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ കോൺഗ്രസിലെ ദളിത് വിഭാഗം നേതാക്കൾ രംഗത്ത്. രമ്യയെ കോഴിക്കോട് നിന്ന് കെട്ടിയിറക്കാൻ അനുവദിക്കില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ചിറയൻകീഴ് മണ്ഡലത്തിൽ KPCC പരിഗണനാ പട്ടികയിലുണ്ടായിരുന്ന 4 നേതാക്കൾ DCC ആസ്ഥാനത്ത് വാർത്താസമ്മേളനം നടത്തി. ചിറയൻകീഴ് മണ്ഡലത്തിൽ KPCC പരിഗണിച്ചിരുന്ന നേതാക്കളാണ് അജിത് കുമാർ, ജി ലീന, അനൂപ്, മനോജ് മോഹൻ എന്നിവർ. എന്നാൽ അവസാന നിമിഷം പട്ടികയിലുണ്ടായിരുന്ന ഇവരെ ആരെയും പരിഗണിച്ചില്ല. ഇവരെ 4 പേരെയും തഴഞ്ഞു. ആറ്റിങ്ങൽ MP അടൂർ പ്രകാശിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് രമ്യ ഹരിദാസിനെ ചിറയൻകീഴ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം. ഇതിനെതിരെ കോൺഗ്രസിലെ ദളിത് വിഭാഗം നേതാക്കളായ 4 പേരും രംഗത്തെത്തി. DCC ആസ്ഥാനത്തു തന്നെ വാർത്താസമ്മേളനം വിളിച്ചു. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടക്കം സംഘടിപ്പിച്ച് മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. ഈ കൊടി പിടിച്ച അന്ന് മുതൽ ഈ തിരുവനന്തപുരം ജില്ലയുടെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളവരാണ്. എത്ര തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾ ജനപ്രതിനിധി ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ അങ്ങ് പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് കുമാരി രമ്യ ഹരിദാസിന് മാത്രം സ്ഥിരം അവസരം നൽകുന്ന രീതി പ്രതിഷേധാർഹമാണ്. അദ്ദേഹം ആലത്തൂരിൻ്റെ MP ആയിരുന്നു. അവിടെ രണ്ടാമതും അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം കൊടുത്തു. അദ്ദേഹം അവിടെ വീണ്ടും പരാജയപ്പെട്ടു. അവരെ വീണ്ടും ചേലക്കര ബൈ ഇലക്ഷനിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി. അവിടെയും അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തെ KPCCയുടെ ഉപാധ്യക്ഷനാക്കി, രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കി. അപ്പോൾ ഇതെല്ലാം ചില ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇത് സംവരണം ചെയ്തിട്ടുള്ളതെങ്കിൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ദളിത് വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരും, കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ദളിത് നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ജില്ലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ ഒഴിവാക്കി രമ്യ ഹരിദാസിന് മാത്രം പാർട്ടിയിൽ ഇത്ര പരിഗണന എന്താണ് എന്നാണ് നേതാക്കൾ ചോദിക്കുന്നത്. അപ്പോൾ നിരവധി സമര പോരാട്ടങ്ങളുമായി ഞങ്ങളെപ്പോലുള്ള പട്ടികജാതിക്കാർ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ മുൻനിരയിൽ ഇവിടെ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ നിലകൊള്ളുമ്പോൾ കോഴിക്കോട് നിന്നൊരു കെട്ടിയിറക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കാൻ തിരുവനന്തപുരത്തെ ദളിതർക്ക്, കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ദളിതർക്ക് ബുദ്ധിമുട്ടുണ്ട്. നേതാക്കന്മാരുടെ ധാരണ തിരുവനന്തപുരത്തെ ദളിതരെല്ലാം ചന്ന ഭിന്നമായി പിണങ്ങി മാറി അവരവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് നേതാക്കന്മാർ തിരുത്താൻ തയ്യാറാവണം. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ദളിതരെല്ലാം ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ അവസരത്തിൽ നിൽക്കുന്നത്. നാളുകളിൽ നേതൃത്വം ഇത് പരിശോധിച്ച് ഇതിനൊരു ഉചിതമായ തീരുമാനം കണ്ടെത്തിയില്ലെങ്കിൽ വളരെ ശക്തമായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നേതാക്കന്മാരോട് പറയാനുള്ളത്. 4 പേരുടെയും നേതൃത്വത്തിൽ ഹൈക്കമാൻഡിനും നാഷണൽ ഇലക്ഷൻ കമ്മിറ്റിക്കും പരാതി നൽകി. നീതി ലഭിച്ചില്ല എങ്കിൽ പരസ്യമായി രംഗത്തിറങ്ങും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ KPCC നേതാക്കൾ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.